നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കണ്ടെയ്നറിനുള്ളിൽ നിന്ന് 39 മൃതദേഹങ്ങൾ കണ്ടെത്തിയ വാർത്ത പുറത്തേക്ക് വന്നത്. സംഭവം അരങ്ങേറിയത് ലണ്ടൻ എക്സസിലെ വ്യവസായ പാർക്കിന് മുന്നിലായിരുന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് മരണത്തെ പോലും അതിജീവിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് കണ്ടെയ്നറിനുള്ളിൽ ആ 39 പേർ കടന്നുകൂടിയത്. വാർത്തയിലേക്ക്. ഒരു സ്ത്രീയും ഒരു കൗമാരക്കാരനും ഉൾപ്പെടെ 39 പേരുടെ മൃതദേഹങ്ങളായിരുന്നു പോലീസ് കണ്ടെയ്നറിനുള്ളിൽ നിന്ന് കണ്ടെടുത്തത്. വായു കടക്കാത്ത -25 ഡിഗ്രി താപനിലയുള്ള കണ്ടെയ്നറിനുള്ളിൽ 15 മണിക്കൂറാണ് ഇവർ കഴിഞ്ഞുകൂടിയതെന്ന് ഏവരെ ഞെട്ടിക്കുന്നതാണ്. ഇത്തരം സാഹചര്യത്തിൽ ഒരു സാധാരണ മനുഷ്യന് പോലും മണിക്കൂറുകൾ കടന്ന് ജീവിക്കാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ്. അതുതന്നെയാണ് ഇവിടെ അരങ്ങേറിയത്. ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ബോട്ടിൽ ബെൽജിയത്തിലെത്തുകയും അവിടെ നിന്ന് കണ്ടെയ്നറിനുള്ളിൽ കയറി ബ്രിട്ടനിലേക്ക് കടക്കുകയുമായിരുന്നു ഇവരെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്നലെ പുലർച്ചെ 1:40 വ്യവസായ പാർക്കിന് മുന്നിൽ കണ്ടെയ്നർ തുറക്കുമ്പോൾ അവരെല്ലാം മണിക്കൂറുകൾക്ക് മുന്നേ ശ്വാസം മുട്ടി മരിച്ച നിലയിലായിരുന്നുവെന്നതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസിനോടൊപ്പം എത്തിയ പാരാമെഡിക്കൽ ടീം പരിശോധിക്കുമ്പോൾ മൃതദേഹങ്ങളുടെ കൂമ്പാരമാണ് അതിനുള്ളിൽ കാണാൻ സാധിച്ചത്. അതിനോടൊപ്പം തന്നെ വാർത്ത ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്തു. UK-യിലേക്ക് ചരക്ക് കയറ്റി അയക്കുന്ന ബെൽജിയത്തിലെ സീബ്രൂക്ക് തുറമുഖത്ത് നിന്നായിരിക്കണം ഇവർ കണ്ടെയ്നറിനുള്ളിൽ കയറിപ്പറ്റതെന്നാണ് കരുതപ്പെടുന്നത്. എപ്പോഴാണ് ഇവരെ കണ്ടെയ്നറിനുള്ളിലാക്കി വാതിലടച്ചതെന്നും ഇവർ ഏത് രാജ്യക്കാരെന്നും കണ്ടെത്താനുള്ള ശ്രമമാണ് എക്സൈസ് സംഘം ഇപ്പോൾ നടത്തിവരുന്നത്. പ്രാഥമിക കണക്കുകൂട്ടലുകൾക്കനുസൃതമായി ചരക്ക് കപ്പലിൽ കയറ്റിയ കണ്ടെയ്നർ ചൊവ്വാഴ്ച 10 മണിക്കൂർ കൊണ്ട് കനാൽ കടക്കുകയും എസ്കസിലെ പുർഫ്ലീറ്റ് തുറമുഖത്തോട് അടുക്കുകയും ചെയ്തിട്ടുണ്ടാവണം എന്നാണ് കരുതുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കപ്പലിൽ കയറ്റിയ കണ്ടെയ്നർ ബുധനാഴ്ച പുലർച്ചെ 12:30 തുറമുഖത്തെത്തിയെന്നാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പുർഫ്ലീറ്റിന്റെ തന്നെ ട്രെയിലറുമായി കാത്തുനിന്ന് ഡ്രൈവർ മൗറിസ്മോ റോബിൻസൺ കണ്ടെയ്നറുമായി വ്യവസായ പാർക്കിനരികിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. സീബ്രൂക്കിൽ നിന്ന് റോബിൻസൺ കഴിഞ്ഞ ആഴ്ച എസ്കസിലെത്തിയതായാണ് കരുതുന്നത്. നോർത്തേൺ അയർലൻഡ് ലോറേവില്ലിലാണ് റോബിൻസൺ ജീവിക്കുന്നത്. കപ്പലിൽ നിന്നിറക്കിയ കണ്ടെയ്നർ 35 മിനിറ്റ് കൊണ്ട് ട്രെയിലറിൽ ഘടിപ്പിക്കുകയും യാത്ര തുടരുകയാണ് ഉണ്ടായത്. ഒന്നോർക്കണം, വെളിച്ചമോ കാറ്റോ കടക്കാത്ത ഫ്രിഡ്ജ് പോലെയായിരുന്നു കണ്ടെയ്നറിന്റെ ഉൾവശമെന്ന് റോഷ് ഹോളണ്ട് അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് റിച്ചാർഡ് ബർണർ പറഞ്ഞത്. കണ്ടെയ്നറിനകത്ത് ആകെ ഉണ്ടായിരുന്നത് ഒരു ടോയ്ലറ്റ് മാത്രമായിരുന്നു. ദിവസങ്ങളോളം ഇവർ ഇതിനകത്ത് കഴിയേണ്ടി വന്നിരുന്നുവെങ്കിൽ മൃതദേഹങ്ങൾ ചീഞ്ഞടഞ്ഞ അവസ്ഥയാകുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതുനിലയിൽ ബ്രിട്ടനിലെത്തി ജീവിക്കണമെന്ന മോഹവുമായി ബെൽജിയത്തിലെത്തിയ ഇവർ മനുഷ്യക്കടത്ത് സംഘം പറഞ്ഞതനുസരിച്ച് കണ്ടെയ്നറിനുള്ളിൽ കയറിയതാവാമെന്നാണ് ലഭിക്കുന്ന സൂചന. ബെൽജിയത്തിൽ നിന്ന് ബ്രിട്ടനിലേക്ക് വ്യാപകമായി ഇതിനോടകം തന്നെ മനുഷ്യക്കടത്ത് നടത്തുന്നതായി കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതുമാണ്. മനുഷ്യക്കടത്ത് നടത്തുകയും യുവതികളെ ലൈംഗിക അടിമകളാക്കി ചൂഷണം ചെയ്തു വരുന്ന സംഘങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് പിടിയിലാകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം വാർത്തകൾ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നവയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.